ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്താണ് കേട്ടോ. ഞാനങ്ങനെ ഇവിടെ പത്രിയാളുടെ ഒരു കടയിൽ പോയ സമയത്ത് കുറേ ഐറ്റംസ് കണ്ടു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്താക്കിയത് വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നിയപ്പോൾ അപ്പോഴത്തെ ആ ഒരു ഇതിൽ അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഒരുപാട് നല്ല 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 ക്വാളിറ്റിയുള്ള സാധനങ്ങൾ 10 റിയാൽ 15 റിയാൽ 17 റിയാലൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ദമാമിൽ എന്താണ് കോബാർ മാളിൻ്റെ ഒക്കെ അടുത്തൊക്കെ ആയിട്ടായിട്ടുള്ളത്. കമ്പനി വേൾഡ് എന്നാണ് ഇതിൻ്റെ കടൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു 5 റിയാലിൻ്റെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും നമുക്ക് അവിടെ കിട്ടിയില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇവിടെ അങ്ങനെ വല്ലാണ്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വന്നായിരുന്നു. പക്ഷെ ഇവിടെ നോക്കിയപ്പോൾ അത്യാവശ്യം കുറേ ഐറ്റം സാധനങ്ങളുണ്ട്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് കവർ ചെയ്യാനേ പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. നിറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത് അവർക്ക് ഇഷ്ടാവോ എന്താ. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും നോക്കുക നമ്മളെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ ഒരുപാട് നല്ല സാധനങ്ങളുണ്ടായിരുന്നു. എന്തായാലും വന്നത് ഇക്കാക്ക് ഞങ്ങൾക്ക് ലാഭമായി ഇക്കാക്ക് നഷ്ടമായി എന്ന് പറഞ്ഞ പോലെ കേട്ടോ. കുറേ സാധനങ്ങൾ എടുക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെ എടുത്ത് വന്നപ്പോൾ തന്നെ കുറേ സാധനങ്ങളായി. പിന്നെ മെയിനായിട്ട് കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. വീട്ടിലിടാനൊക്കെ പറ്റിയ ഡ്രസ്സുകളൊക്കെ നമ്മൾ കൂടുതൽ ഡ്രസ്സൊന്നും അങ്ങനെ കൊണ്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇടാൻ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങാമെന്ന് വെച്ചിട്ട് വന്നപ്പോൾ നോക്കിയപ്പോഴാണെങ്കിൽ ഡ്രസ്സിൻ്റെ സെക്ഷന് വരെ എന്തോ റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാൻ തോന്നുന്നു. ഡ്രസ്സുകളൊക്കെ ശരിക്കും അടുക്കി വെക്കാനൊക്കെ ഫുൾ ട്രോളിയിൽ അങ്ങനെ കൂട്ടിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല നല്ല ഡ്രസ്സുകൾ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരു വരവ് വരണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങോട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വന്ന് കുറച്ച് പാൻറ്റ് എനിക്ക് കുറച്ച് ചെരുപ്പൊക്കെ എടുത്തു. പിന്നെന്താ അങ്ങനെ കുറച്ച് ഐറ്റം സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ താഴത്തുനിന്ന് ഈ മുടിമിടുന്ന ബണ്ണ് ക്രാബ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ അടിപൊളി നല്ല നല്ല ഉടുപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ 10 റിയാൽ 15 റിയാലിന് നല്ല ഏറെ ഒരു 50 റിയാലിൻ്റെ പുറത്തേക്കൊന്നും ഡ്രസ്സിന് പോയിട്ടുമില്ല. പക്ഷേ 40 45 30 ഈ ഒരു റേഞ്ചിലൊക്കെ ആയിട്ട് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഒരുവിധമല്ല ഈ ഇപ്പം പറഞ്ഞ പോലെ മുടിമേലിടുന്നതായിട്ടുള്ള അങ്ങനത്തേനൊക്കെ ചുരുങ്ങിയൊരു 5 റിയാലൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താക്കാം ജസ്റ്റ് ഒന്ന് വീഡിയോ കാണട്ടെ. അത് കറക്റ്റായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമോ എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. വീഡിയോ ഞാൻ ജസ്റ്റ് നിന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കടൻ്റെ പകുതിയേ ഉള്ളൂ കേട്ടോ വീഡിയോയിൽ ഉണ്ടാവുക. പിന്നെ കുറേ മുട്ടായി സ്വീറ്റ്സ് ഐറ്റംസൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങളെ കണ്ണ് തള്ളിയെന്ന് പറയാം. കുറേ ഐറ്റം സാധനങ്ങളുണ്ടായിരുന്നു. എന്നാലും ഈ വീഡിയോ എന്താക്കുക എല്ലാവരും ഒന്ന് ഇഷ്ടത്തോടൊന്ന് കണ്ടു നോക്കുക. പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് നോക്കാനോ അതുപോലെ വീഡിയോയിൽ കാണിക്കാനോ ഒന്നും പറ്റണില്ല. ഫുൾ ആൾക്കാരായതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഈ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ പുറത്തൊക്കെ കാണാൻ പോലെ തന്നെ ഈ തുണി മെറ്റീരിയൽസൊക്കെ നമുക്ക് മുറിച്ചെടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ അങ്ങനത്തെ ഒരു ഏരിയയിലൊന്നും ഇങ്ങനൊന്നും ഞാൻ കണ്ടില്ല. ഇതിനു മുമ്പേ റിയാദ് പോയ സമയത്തൊന്നും ഇങ്ങനെ തുണി മുറിച്ചെടുക്കണതൊക്കെ ഇട്ടൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ കുറേ കുട്ടികൾക്ക് ന്യൂ ബോൺ ബേബീസിൻ്റെ ഒക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള വലിയ കുട്ടികൾക്ക് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും ചെറിയ മക്കളുടെ ഡ്രസ്സൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത് കാണിക്കാം. അപ്പോൾ എന്തൊക്കെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യട്ടോ. താങ്ക് യു.